നീങ്ങുന്ന ഇരവിപുരം തീരദേശ റോഡ് വീണ്ടും വില്ലനായി. ഇരവിപുരം ഗാർഫിൽ നഗറിൽ ചാൾസ് ഡൊമിനിക്കിന് ചൊവ്വാഴ്ച രാത്രി 1:30-ക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ കൊണ്ടുപോകാനായി വാഹനങ്ങൾ വിളിച്ചപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പോകാൻ ഡ്രൈവർമാർ വിസമ്മതിച്ചെന്നും പറയപ്പെടുന്നു. അവശനായ രോഗിയെ ഒടുവിൽ മക്കൾ ബൈക്കിലിരുത്തി ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എത്തിക്കുകയും വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സഹായത്തോടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയുമുണ്ടായി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതാണ് പെടാൻ കാരണമെന്ന് ആശുപത്രി അധികൃതർ. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നതിനിടെ 3 മാസത്തിനിടയിൽ നഷ്ടപ്പെട്ടത് 2 ജീവനുകൾ. കൊണ്ടേത്ത് പാലം മുതൽ ഇരവിപുരം പള്ളിനേരി വരുന്ന ഭാഗത്തെ തീരദേശ റോഡിന്റെ നിർമ്മാണമാണ് 1.5 വർഷമായി ഇഴഞ്ഞു നീങ്ങുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനാണ് നിർമ്മാണ ചുമതല. തീരദേശ റോഡ് തകർന്ന് കുരിശുമൂട് ക്ലാവർമുക്ക് ഭാഗത്ത് തീരത്തോട് ചേർന്ന് പാറയും കമ്പികളും കൊണ്ട് കോൺക്രീറ്റ് ഭിത്തി കെട്ടി തീരം ബലപ്പെടുത്തുന്ന ജോലികൾ ജൂണിൽ പൂർത്തിയായിരുന്നു. എന്നാൽ ടെട്രാപോഡുകൾ നിരത്തുന്നതും പുലിമുട്ടുകൾ ബലപ്പെടുത്തുന്ന ജോലികളും അവശേഷിക്കുകയാണ്. 2024 നവംബർ മുതലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2025 അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയായി റോഡ് ടാറിംഗ് നടത്തുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. സന്തോഷ്, ഇരവിപുരം, കൊല്ലം സ്റ്റോറീസ്.